അപ്പോൾ ഇത്ര ഭീമമായ തുകയാണ് കുറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പെൻഷൻ മേടിക്കാത്ത ധാരാളം ആളുകളുണ്ട് ഇവിടെ. അതായത് 10,000 രൂപ മുതൽ പെൻഷൻ മേടിക്കുന്ന എത്രയോ ആളുകളുണ്ട്. 10,000 കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്? എല്ലാത്തിനും നികുതി കൂട്ടി, കറണ്ടിന് നികുതി കൂട്ടി, വെള്ളത്തിന് നികുതി കൂട്ടി, വലിയ നികുതി അടിച്ചേൽപ്പിച്ച് ജീവിക്കാനൊക്കാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മെഡിസിപ്പ് ഇവിടെ സൂചിപ്പിച്ചു. സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സർവീസ്. അത് വളരെ വിജയകരമായി നടക്കുന്നുണ്ട്. IPS ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അത് മനസ്സിലാവും. സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും അത് മനസ്സിലാകും. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും, അതായത് എംപാനലിലുള്ള ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഏത് ചികിത്സയും സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അതുപോലെയുള്ള സ്കീം മെഡിസിപ്പിനകത്ത് ഉൾപ്പെടുത്തിക്കൂടാ? മെഡിസിപ്പ് എന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലുകാർക്ക് ഒരു സൈസ് അലർജിയാണ്. നമ്മൾ ചെല്ലുമ്പോഴേ മെഡിസിപ്പാണോ, എന്നാൽ പിന്നെ ഇവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യം അത് ഒഴിവാക്കണം. CGHS, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CGHS പദ്ധതി പരിശോധിച്ചാൽ മനസ്സിലാകും. എല്ലാ ചികിത്സയും ഫ്രീയാണ് പെൻഷൻ പറ്റിയ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക്. അതുപോലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കുന്നില്ല? എല്ലാത്തിൻ്റെയും മുമ്പിലാണ് കേരളം എന്ന് പറയുന്ന നമ്മൾ പലതിൻ്റെയും പിന്നിലാണ്. ഇപ്പം നമുക്കറിയാം, ഞാൻ പൊതുകാര്യങ്ങളൊന്നും പറയുന്നില്ല, പെൻഷൻകാരുടെ കാര്യം പറഞ്ഞാൽ മതി. ലഹരിയുടെ കാര്യം ഇപ്പോൾ ദിവസവും പോലീസ് ഇറങ്ങി നടന്ന് ലഹരി കേസുകൾ പിടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ. ഇതുവരെ എന്തുവായിരുന്നു ജോലി? ഇപ്പം 2000 കേസ് 3000 കേസ് പിടിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ എന്താ പിടിക്കാത്ത? അപ്പോൾ സർക്കാരിന് പല കാര്യത്തിലും താല്പര്യമില്ല. ജീവനക്കാരുടെ കാര്യത്തിലായാലും പെൻഷൻകാരുടെ കാര്യത്തിലായാലും താല്പര്യമില്ല എന്നുള്ളത് ഇതെല്ലാം ഒരു തെളിവുകളാണ്. തീർച്ചയായിട്ടും നമ്മൾ ധാരാളം സമരം ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ സമരം യോജിച്ച സമരങ്ങളാണെങ്കിൽ സർക്കാരിന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതിന് ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ സമര പരിപാടികൾ ധാരാളം നടത്തി നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന് എല്ലാവരും മുമ്പോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഈ വളരെ അച്ചടക്കപരമായ ഈ സമര അടുത്തത് നമ്മുടെ വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മണികണ്ഠൻ നായർ ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സ്ഥിതിയിലേക്കാണ് ഒപ്പം നിൽക്കുന്നത്. എന്തായാലും ഈ ഉച്ച സമയത്ത് 1 മണി വരെ ഇത്രയും നേരം ഇരുന്ന ആളുകളെ മനസ്സിനെയാണ് അഭിനന്ദിക്കാൻ. അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. എൻ്റെ പ്രസംഗം കേട്ടവരാണ്, കേൾക്കുന്നവരാണ്, സ്ഥിരമായി കാണുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ വിഷയങ്ങളെ ഒന്നും പറ്റി നിങ്ങളോട് പ്രതിപാദിക്കേണ്ട കാര്യവുമില്ല. നമ്മുടെ പൊതുവായ കാര്യങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് നേടിയെടുക്കുവാനുള്ള ഈ ധരണ സമരം വിജയിപ്പിക്കുവാൻ ഈ തിരുവനന്തപുരം ജില്ലയുടെ അങ്ങോളം ഇങ്ങോളമുള്ള 56 വയസ്സ് മുതൽ 96 വയസ്സ് വരെയുള്ള എഴിച്ച് നടക്കാൻ പറ്റാത്ത ആളുകൾ പോലും ഇവിടെ എത്തി. ഇവിടെ വന്നെത്തുവാൻ, ഇവിടെ സഹകരിക്കുവാൻ മനസ്സ് കാണിച്ച ഓരോ വ്യക്തിത്വങ്ങളെയും കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നിങ്ങളെ ഓരോരുത്തരെയും മനസ്സുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ പിള്ളയെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്തു പോയ ബഹുമാനായ MLA, മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാനായ സുഹൃത്ത്, നമ്മുടെ സംഘടനയുടെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ്, സംഘടനയുടെ ജില്ലാ ഭാരവാഹികൾ, സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഘടന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് സംഘടിച്ച് പിടിപ്പിക്കേണ്ട ബഹുമാന്യരെ, വളരെ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല, എന്നാൽ അത്യാവശ്യ കാര്യം പറയാതിരുന്ന് പോയിട്ട് കഥയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1960 സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലവിൽ വന്ന് ജനാധിപത്യ ഭരണത്തിൽ നമ്മൾ ഇവിടെ പറയുന്ന 7 കൂട്ടം കാര്യങ്ങളടക്കമുള്ള വിഷയങ്ങളടക്കം പറയുവാൻ കാരണമായിട്ടുള്ളത് അല്ലാതെ ഇപ്പിരിക്കുന്ന ഗവൺമെന്റിനോട് പുതുതായി ഇങ്ങോട്ട് ഇന്നതാ ഈ 7 ആവശ്യങ്ങളും പുതുതായി ഇതാ എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. ഇതെല്ലാം നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളായിരുന്നു, അത് തരുന്നില്ല. അതാണ് നമ്മൾ പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നവർ തന്നെ പറഞ്ഞിരുന്നു, ഓരോ സമയമെത്തുമ്പോഴും പുതിയ ശമ്പള പരിഷ്കരണം ഉണ്ടാകണം സർവീസിലിരിക്കുന്നവർക്ക്. ആ സർവീസിലിരിക്കുന്നവരാണ് പെൻഷൻ പറ്റുന്നത്. ആ പെൻഷൻ പറ്റുന്ന ആളുകൾക്ക്
ശമ്പളം പരിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ പെൻഷൻകാരുടെ കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ നമ്മുടെ അതിലടിച്ചിരിക്കുന്ന ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും കമ്മീഷൻ ചില പഠനങ്ങൾ സർവീസ് സംഘടനാ രംഗത്തുള്ളവരും പെൻഷൻ പറ്റിയും ഒക്കെ അവർ നടത്തും. അതിനുള്ള സമയം കഴിഞ്ഞു. ഇനിയും കുറെ കൂടെ കഴിഞ്ഞു പോയാൽ വീണ്ടും ഒരു കമ്മീഷനെ വയ്ക്കും. ഗവൺമെന്റ് സമയം കഴിഞ്ഞ് വീണ്ടും അടുത്ത ഗവൺമെന്റിന്റെ തലയിലാവും. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതല്ല, നമ്മൾ ആര് ഭരിച്ചാലും ഒന്നുമില്ല. ഇതിൽ PC മുതൽ IPS വരെയുള്ളവരുടെ സംഘടനയാണ് നമ്മുടെ സംഘടന. അതിൽ നിലവിൽ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരും വിശ്വസിക്കുന്നവരും ഇതിലുണ്ട്. ബഹുമാനായ മുഖ്യ പ്രഭാഷണം അടക്കം ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തോട് ഒന്നുകൂടി തന്നെ സംഘടനയ്ക്ക് വേണ്ടി പറയുകയാണ്. അതിൽ CPI അടക്കം, CPM അടക്കം, കോൺഗ്രസ് അടക്കം, BJP അടക്കം, കേരള കോൺഗ്രസിലടക്കം ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ന് കേരളത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലുള്ളവരുണ്ട്. പക്ഷേ നമുക്ക് കിട്ടേണ്ട ആവശ്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആവശ്യങ്ങൾ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ ഭരണം തുടർന്നാൽ മതി എന്ന് പറയുന്നതിൽ മാത്രമാണ് ബഹുമാനനായ ജോയിന്റ് കൗൺസിലിന്റെ ആദരണീയനായ അങ്ങ് അവിടെ എത്തിയിരിക്കുന്ന അതേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ. അല്ലാതെ ഞങ്ങളാരും ഗവൺമെന്റ് വിരുദ്ധരൊന്നുമല്ല. ഞങ്ങൾ ഏത് ഗവൺമെന്റ് വന്നാലും നമ്മുടെ ഗവൺമെന്റാണ്. പക്ഷേ കിട്ടേണ്ട ആനുകൂല്യം കിട്ടണം എന്ന് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ പെൻഷൻ സംഘടന രംഗത്ത് പറയുന്ന സംഘടനയാണ് ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് ഈ അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. എല്ലാവരും വന്നൊരു ആശംസ മാത്രം പറഞ്ഞിട്ടും പോയിട്ട് കഥയില്ലല്ലോ. പെൻഷൻ മെഡിസെപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ ഇത് അനുവദിക്കപ്പെട്ടത് പറഞ്ഞിരുന്നതാണ് 500 രൂപ മെഡിക്കൽ അലവൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പിടിച്ചിട്ടാണ് തന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ് നമുക്ക് എടുത്ത് ഇങ്ങോട്ട് തന്നതല്ല. അതൊരു മെഡിസോപ്പ് പരിപാടിയായി മാത്രമായാണ് പോകുന്നത്. അത് പോരാ. കോടതിയിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറഞ്ഞ പോലെ പോയിരുന്നു. അതിൽ തന്നെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. 8 കൂട്ടം കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയും. അതിൽ നമ്മുടെ സംഘടന പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 3 ലക്ഷം രൂപ കൊടുക്കുന്നത് വളരെ ഏത് കാര്യത്തിന് പോയാൽ 3 ലക്ഷം രൂപയുടെ അതുകൊണ്ട് തന്നെ ഒരു 5 ലക്ഷം രൂപയിൽ കുറയാതാകണം. നമ്മുടെ OP ചികിത്സക്ക് അടക്കം ചെയ്യുമ്പോൾ ഇതിന്റെ ഗുണം മിലിറ്ററിയിലടക്കം നേരത്തെ സെൻട്രൽ ഗവൺമെന്റിലുള്ളവർക്ക് കൊടുക്കുന്ന അടക്കം നമുക്ക് കിട്ടണം. അത് നമ്മൾ പറയും. ഇതെന്തുകൊണ്ട് കിട്ടുന്നില്ല? അപ്പൊ നിങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്ന കാര്യവും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ പിടിക്കുന്ന 500 രൂപ വെച്ച് 12 മാസം പിടിക്കുന്ന 6000 രൂപയും നിലവിൽ കൊടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നില്ല. GST അടക്കം വലിയൊരു തുക ഈ കമ്പനിക്കും കിട്ടുന്നില്ല, ഗവൺമെന്റിനും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടെയോ ഈ ഒരു സോപ്പ് പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ബഹുമാന്യരെ നമുക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടാത്തത്. അത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് നമ്മൾ കോടതിയിൽ പോയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ വളരെ ഇനി ദീർഘിപ്പിച്ച് പറഞ്ഞു പോയാൽ ബഹുമാനായ എനിക്ക് മുന്നേ പറഞ്ഞ ശ്രീ മണികണ്ഠൻ നായർ ജിസാറും ഒക്കെ എന്നെ പോലെ തന്നെ ഇത് കാര്യങ്ങൾ പറയും. അതുകൊണ്ട് അതിന് വ്യക്തിയാണ്. അവരൊക്കെ ചുരുക്കിയ സ്ഥിതിക്ക് ഞാൻ രവീന്ദ്രൻ പിള്ള കൊല്ലത്ത് നിന്ന് വന്നിട്ട് കത്തിച്ചു പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഭരണത്തിൽ ഇവിടെ നിന്നിരിക്കുന്നവരിൻ്റെതായാലും ജീവനക്കാരോടും പെൻഷൻ പറ്റിയവരോടും കൂടി അതിൽ ബന്ധപ്പെട്ട് നിൽക്കുവാൻ ആർജവം കാണിക്കുന്ന ജോയിന്റ് കൗൺസിലിന്റെ അത്തരം പ്രവർത്തനങ്ങളെ ഈ അവസരത്തിൽ നന്ദിയോടെ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന് വേണ്ടി അതിന് സംസ്ഥാന സെക്രട്ടറി എന്നത് ഞങ്ങൾ കാണുന്നു. ആ നിലയിൽ തുടർന്ന് അങ്ങനെ കൂട്ടായ്മ കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ അതിൽ തന്നെയുള്ള മറ്റു സംഘടനകളുള്ളവരൊക്കെ തന്നെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അത് നമ്മളങ്ങ് താങ്ങിക്കോളാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം എടുക്കുവാൻ നമ്മുടെ സംഘടനയെ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഘടനയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. അതേപോലെ തന്നെ എത്തിച്ചേർന്ന എല്ലാവരും മുഖ്യ പ്രഭാഷണം നടത്തുവാൻ വീണ്ടും ആ ഭരണപക്ഷത്തുള്ള സംഘടനയിൽ നിന്ന് തന്നെ വന്നെത്തിച്ചേർന്ന അദ്ദേഹത്തെ പ്രത്യേകം നന്ദിയോടെ കണ്ടുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ബന്ധപ്പെടേണ്ടവരെ കണ്ടു കൊടുക്കുവാനും അത് ചർച്ച ചെയ്യുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായി തന്നെ ചെയ്യുന്നതായിരിക്കുമെന്ന് നമ്മുടെ പെൻഷൻ സംഘടന അംഗങ്ങളോട് പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കേരള പോലീസ് സ്റ്റേറ്റ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ റഹീം റാവുത്തറെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, അതോടൊപ്പം വേദിയിലും സദസ്സിലുമുള്ള ഒരു ദീർഘമായ സംസാരം അത് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് വളരെ ചുരുക്കി 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം എന്ന് ആദ്യമേ ഉറപ്പ് നൽകുകയാണ്.
കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 2011 കാലഘട്ടങ്ങളിൽ ഈ സംസ്ഥാനത്ത് തൃശൂർ ജില്ല ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്യുകയും പോലീസിൽ നിന്ന് വിരമിച്ച സേനാംഗങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങളെ അവരുടെ കർമ്മപദം നമ്മുടെ പ്രധാന പങ്കാളികളായി പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരുന്നതിന് ഉള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സംഘടന വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്ന ന്യായമായ അവകാശങ്ങളെ ഇന്ന് ഭരിക്കുന്ന ഒരു ഭരണകൂടം അത് വളരെ നിഷേധാത്മകമായ രീതിയിൽ കാണുകയും നമ്മുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുവാനുമിടയാണ്. നമ്മൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ട്രെയിനിങ് പീരീഡ് എല്ലാ അംഗങ്ങൾക്കും സർവീസായി പരിഗണിക്കണം. അത് അങ്ങനെ പരിഗണിച്ച് അതിന്റെ ആനുകൂല്യങ്ങൾ നൽകണം എന്ന് 2011 കാലഘട്ടം മുതൽ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന പല ഘട്ടങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ നീതിന്യായ നിർവഹണ കോടതികളിൽ നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുകയും ഇതെല്ലാം നമുക്ക് അനുകൂലമായ നിലപാടുകൾ കോടതികളും നീതിന്യായ വ്യവസ്ഥകളും നമുക്ക് അനുകൂലമായി തീരുമാനിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ പോലും ഈ ഭരണകൂടങ്ങൾ നമ്മുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു ഇതാണ്. കേരള പോലീസിലെ 104 ആക്ട് വിരമിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും തുല്യമായി ലഭ്യമാകണമെന്ന് പ്രതിപാദിക്കുന്നതും അത് നടപ്പിലാക്കി കിട്ടണമെന്നുള്ളതും നമ്മുടെ ന്യായമായ ആവശ്യങ്ങളാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരും പ്രതിപാദിച്ചതുപോലെ, വിശേഷിച്ച് നമ്മുടെ ജോയിന്റ് കൗൺസിലിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞതുപോലെ, സാർ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2002 കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തെ എല്ലാ അധ്യാപക, അനൗദ്യോഗിക എൻജിഒമാരും ഗസറ്റ് ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് ശ്രീമാൻ ആന്റണി ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിനെതിരെ 36 ദിവസക്കാലമായി അതിശക്തമായ സമരം ചെയ്ത കാലഘട്ടങ്ങളിലും ഈ രാജ്യത്തെ കക്ഷി വർഗ വ്യത്യാസമില്ലാതെ ഈ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാരും സമരത്തിൽ പങ്കാളികളായിരുന്നു സാർ. അന്ന് ആന്റണി അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എന്നേക്കാൾ കൂടുതൽ താങ്കൾക്ക് അറിയുമല്ലോ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 1996 മുതൽ 2001 കാലഘട്ടം വരെ ഈ സംസ്ഥാനം ഭരിച്ച ഒരു ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ ഖജനാവുകൾ മൊത്തം കാലിയാക്കി അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ പോകുവാൻ ഒരു ടിക്കറ്റ് ഇവിടുത്തെ ട്രാവൽ ഏജൻസികൾ കൊടുക്കാനിരുന്ന അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു ഗവൺമെന്റ് ആ കാലഘട്ടത്തിൽ ഈ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പിൻകാലഘട്ടങ്ങളിൽ തടഞ്ഞു വെച്ച എല്ലാ ആനുകൂല്യങ്ങളും അതേ ഗവൺമെന്റ് തന്നെ കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ 2016 മുതൽ 2026 കാലഘട്ടം വരെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തെ തൊഴിലാളി ആനുകൂല്യങ്ങൾ കവർന്നെടുത്തപ്പോൾ ആ കവർന്നെടുത്ത ആനുകൂല്യം തിരികെ കിട്ടണമെന്ന് ഒരു 2002 കാലഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ വിഭാഗത്തിലുള്ള ജീവനക്കാരും സമരത്തിൽ ഒറ്റക്കെട്ടായി നിന്നുവെങ്കിൽ 2019 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്തപ്പോൾ ഒരു ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ഒരു സംഘടന പോലും സമരത്തിന്റെ പാതയിലേക്ക് കണ്ടില്ല സാർ എന്ന് പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സാർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം, ആശാവർക്കർമാർ സമരം നടത്തുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. 326 രൂപ മാത്രം ദിവസവേതനത്തിൽ കഴിഞ്ഞ കുറെ കാലഘട്ടമായി നമ്മുടെ ഈ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുവാൻ വന്നിരുന്ന ആശാവർക്കർമാര്
ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കഴിഞ്ഞ 37 ദിവസമായി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സമരത്തിന്റെ പാതയിൽ നിൽക്കുമ്പോൾ ആ സമരത്തെ പോലും കൊഞ്ഞണം കുത്തിക്കാണിക്കുവാനുള്ള മനസ്സോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് പകരം ഈ രാജ്യത്തെ PSC മെമ്പർമാരുടെ ശമ്പളം 150% വരെ വർദ്ധിപ്പിക്കുവാൻ, സിവിൽ സർവീസിലെ IAS, IPS, IFS ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വാണം പോലെ വർദ്ധിപ്പിക്കുവാൻ, അതുപോലെ തന്നെ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുവാൻ, മന്ത്രിമാരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, എന്തിനേറെ പറയണം, നമ്പർ 1 കേരളമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിലെ ഈ ആരോഗ്യ മേഖലയിൽ നമ്മുടെ മന്ത്രിമാർ, അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ മന്ത്രിമാർക്ക് ചികിത്സാർത്ഥം ചെല്ലുന്നത് എവിടേക്കാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ഈ സമ്മേളന വേദിയിൽ വെച്ച് നമ്മൾ പറയുന്നു, മെഡിസിപ്പിലെ നമ്മുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നു. മെഡിസിപ്പ് കാർഡുമായി നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ചികിത്സ ലഭിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ധനകാര്യമന്ത്രി 1 മിനിറ്റ് കൊണ്ട് ഈ തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അദ്ദേഹം ഒരൊറ്റ ദിവസത്തെ ചികിത്സയ്ക്ക് ലക്ഷങ്ങളാണ് മേടിച്ചത്. ഒരു മന്ത്രി കണ്ണട വാങ്ങുവാൻ ലക്ഷങ്ങളാണ് മേടിച്ചത്. ഒരു മന്ത്രി വീട് മോഡിഫൈ ചെയ്യുവാൻ കോടികളാണ് എടുക്കുന്നത്. ഈ രാജ്യത്തെ മന്ത്രിമാർക്കെല്ലാം യാത്ര ചെയ്യുവാൻ ഇന്നോവ, ക്രിസ്റ്റ തുടങ്ങിയ പുതിയ കാറുകളാണ് വാങ്ങുന്നത്. അവരുടെ ഒന്നും സുഖ സൗകര്യങ്ങൾക്ക് ഒരു കുറവുമില്ല എങ്കിൽ നമ്മുടെ ന്യായമായ നമ്മുടെ അവകാശങ്ങൾ അത് നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നടത്തേണ്ടത്. നമുക്ക് കക്ഷി രാഷ്ട്രീയമില്ല എന്ന് നമ്മൾ പറയുന്നു, വർഗവർണ്ണമില്ല എന്ന് നമ്മൾ പറയുന്നു, നമുക്ക് മറ്റു രീതിയിലുള്ള ഒരു കരുതലുമില്ല എന്ന് പറയുന്നു. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, ഗവൺമെന്റ് ആരുമായിക്കൊള്ളട്ടെ, ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും നമ്മൾ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മൾ ഈ തിരുവനന്തപുരം സിറ്റിയിൽ നമ്മൾ ഇവിടെ ഇരുന്ന പോലും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ പാളയം മാർക്കറ്റിൽ ഇതുപോലെ വന്ന് നമ്മളൊരു സമരം ചെയ്യുമെന്ന് നമ്മളാരും കരുതിയിരുന്നില്ല. ന്യായത്തിന് വേണ്ടിയും അന്യായത്തിന് വേണ്ടിയും സമരം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ ഗവൺമെന്റിന്റെ ഗുണ്ടകളായി നിന്നുകൊണ്ട് ആ സമരത്തെ നേരിട്ട നമ്മൾക്ക് വീണ്ടും ഇവിടെ വന്ന് നമ്മുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ വല്ലവനും വേണ്ടി സിന്ദാബാദ് വിളിച്ച കൈകളും വല്ലവനും വേണ്ടി മുഷ്ടിയിരുത്തിയ നമ്മുടെ കൈകളും സ്വന്തം കാര്യത്തിന് വേണ്ടി മുഷ്ടിത്തിരുത്തുവാനും ശബ്ദമുയർത്തുവാനും തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ധർണാ സമരം സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ, കൊല്ലം റൂറൽ സെക്രട്ടറി ശ്രീ ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സമുന്നത നേതാക്കളെ, വ്യക്തിത്വങ്ങളെ, ഇവിടെ നമ്മുടെ അവകാശങ്ങളെ പറ്റി എനിക്ക് മുൻപേ പ്രസംഗിച്ച എല്ലാവരും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ആയിരക്കണക്കിന് സമരം നേരിട്ട നമ്മളാണ് ഇപ്പം പെരുവഴിയിൽ ഇറങ്ങി സമരം നടത്തേണ്ടി വരുന്നത് ഉള്ള ഒരു കാര്യം ആ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരണം. അതിന് നിവേദനങ്ങളും മറ്റും കൊടുത്ത് നമ്മളിങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചു എന്നുള്ളത് ആ സർക്കാരിൻ്റെ ഭാഗത്ത് അറിയണം. അതിന് നിവേദനങ്ങൾ കൊടുത്ത് അത് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഇത്രയും നല്ല സമര പരിപാടിക്ക് നമ്മുടെ അംഗങ്ങളെ കൂട്ടിയും നല്ല ഒരു ധർണ നടത്തി വിജയിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയും കൂടാതെ എന്നെ ക്ഷണിച്ച കമ്മിറ്റിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാ ആശംസകളും കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളും എല്ലാവരും ഓർത്തിരിക്കുക,
ഓണവുമില്ല, ക്രിസ്മസുമില്ല, റംസാനില്ല, വിഷുവുമില്ല, വിനോദ വേളകളേ ഇല്ല. നിരവധി അപകടസന്ധികളിൽ പരാതി പോലും പറയാതെ നിശബ്ദരായി നിർഭയരായി ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ നാടിന് കാവിലിരുന്നവരാണ് ഒടുവിൽ സർവീസ് അവസാനിപ്പിച്ചത്. രോഗക്കൂടായി ദേഹം മാറി പ്രാരാബ്ധത്തിന്റെ നടുവിൽ നിൽക്കെ അവകാശങ്ങൾ നേടാനായി സമരം ചെയ്യുന്നു. ഇത് നമ്മുടെ പാലോട് ഏരിയ പ്രസിഡന്റ് എഴുതിയതാണ്. നല്ല സാധനമാണ്. ഇതെല്ലാവരും ഓർമ്മിക്കാൻ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ വൈസ് പ്രസിഡന്റിനെ സോഫി സാറിനെ നന്ദി പ്രകാശിപ്പിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അംഗങ്ങളെ, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ സർവീസിൽ വരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മാക്സിമം കേസ് ബുക്ക് ആയതിന് ശേഷമാണ് പോലീസിൽ വന്നത്. എന്നാലും ചില അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം ബഡ്ജറ്റ് നിങ്ങൾ കിട്ടുമ്പോൾ വായിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഏഷ്യാനെറ്റിൽ ഞാൻ 1 മിനിറ്റ് സംസാരിക്കുള്ളത് നിർത്താം. ഏഷ്യാനെറ്റിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഈ IS ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ്റിൻ്റെയാണ്, അല്ലാതെ പ്രൈവറ്റൊന്നുമില്ല. ആ സ്ഥാപനം പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് മുമ്പേ 30,000 കോടി രൂപ ഗവൺമെൻറ്റിൽ കിട്ടേണ്ട ടാക്സ്, ആ ടാക്സിന് പകരം കിട്ടുന്നത് വെറും 1000 കോടി രൂപ മാത്രമാണ്. ഞാനീ പറഞ്ഞത് വെറുതെ നിങ്ങൾ എല്ലാവരെയും കേൾപ്പിച്ച് വലിയ ആളാവാനൊന്നുമല്ല, ഇത് അപ്രിയ സത്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ടാക്സ് പിടിക്കുന്നില്ല. അതെന്താണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മൈക്കിൽ കൂടെ പറയാൻ പറ്റില്ല. കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ്റലിജൻസ് കൂടെ അർത്ഥമൊക്കെ ഉണ്ടായിരിക്കും. അത് റേഡിയോകൊണ്ടല്ല, നമ്മൾ സംഘടനകളെ മോശമായ ഒരു അഭിപ്രായം വരാൻ പാടില്ല എന്ന് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ 30,000 കോടി രൂപ 10 വർഷത്തിന് മുമ്പേ പിന്നീട് ആണ് കിട്ടാനുള്ളത്. അപ്പോൾ ഇത് തന്നെ വരുമ്പോഴും നേരത്തെ നെപ്പോലൻ സാർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ 1,00,000 കോടി രൂപ ആണെങ്കിലും സർക്കാർ ജീവനക്കാരന് ശമ്പളമായിട്ടോ അരിയർ DA ആയിട്ടോ പെൻഷനായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതേസമയം നമ്മളെപ്പോലെയുള്ള പെൻഷനിൽ ഞാൻ സാമാന്യം പിന്നെ പെൻഷൻ കൂടിയ പെൻഷൻ വായിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. നമ്മൾ കറക്റ്റ് ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഇതേപോലെയുള്ള ഒരുപാട്, അപ്പം ഈ പിന്നെ സ്വർണ്ണ കടകൾ ഈ കേരളത്തിൽ ഇങ്ങനെ പെട്ടിക്കടകൾ പോലെ കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങളെ പറയാനാണ് ഇത് പറഞ്ഞത്. അതായത് നമ്മളൊരു നഗ്ന സത്യം, ഈ കടലിലെ ജീവികൾ ഈ ആഹാരം അന്വേഷിച്ച് കരയിലോട്ട് വരാറില്ല. അത് കടലിൽ കിടന്ന് തന്നെ ആഹാരം ഉണ്ടായി കഴിക്കും എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത്, ഏത് സ്റ്റേറ്റിലായാലും ശരി നമ്മുടെ രാജ്യത്തായാലും ശരി, നല്ലൊരു ഭരണാധികാരി കൊണ്ട് ഈ കാര്യങ്ങൾ അതെല്ലാം അറിയാം, അത് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ ഭരണാധികാരികളുണ്ടായിരുന്നു. ഞാൻ സെക്രട്ടേറിയറ്റിൽ നിയമസഭയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് എനിക്ക് ഓരോരുത്തരുടെയും കഴിവുകളും എനിക്ക് ഏകദേശം അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭരണാധികാരികൾ ഇല്ലാത്തോളം കാലം നമ്മൾ അതിൻ്റെ കൂടുതൽ ജനങ്ങൾ, പ്രത്യേകിച്ച് പ്രജകൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നേരത്തെ നെപ്പോലൻ സാർ പറഞ്ഞ പോലെ IPSകാരനും IASകാർക്കും IFSകാർക്കും മാത്രം ശമ്പളം കൊടുക്കും. റിട്ടയർ IPSകാരനെ പിടിച്ചിരുത്തിയാൽ അതിനേക്കാളും കൂടുതൽ പെൻഷനും ശമ്പളം കൊടുക്കുന്ന ആ ഒരു കീഴ്വഴക്കം എന്ന് വെച്ചാൽ ഒരു ഉപജാപ സംഘത്തിൻ്റെ പിടിയിലാണ് ഇന്നത്തെ ഭരണം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പിന്നെ ഈ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടാണെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കടങ്ങളിലേക്ക് കർത്തവ്യത്തിലേക്ക് കിടക്കാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട്, അല്ലെങ്കിൽ ഈ ധർണയുടെ പിന്നീട് ഈ ഫംഗ്ഷൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ സനൽകുമാർ അവരുടെ ഞാൻ ഈ സംഘടനയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത് ഉദ്ഘാടന പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട ശ്രീ വിശ്വനാഥ് MLA, അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് നിയമസഭയിൽ ഇരുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ജോലി ചെയ്ത സമയത്ത് എനിക്ക് കേൾക്കാനുണ്ടായി. നല്ല ഒരു ഉജ്ജ്വല പ്രസംഗമുള്ള നടത്താൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്.
അദ്ദേഹം നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ അത് ഭരണതലത്തിൽ അവതരിപ്പിച്ച് അങ്ങനെ അദ്ദേഹം നമ്മളോട് എല്ലാ രീതിയിലും അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഈ യോഗത്തിൽ ഈ MLA നിയമസഭ നടക്കുന്ന സമയത്തും അദ്ദേഹം ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതിന് അദ്ദേഹത്തിന് എൻ്റെ സ്വന്തം പേരിലും അതേപോലെ സംഘടനയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ വിഷ്ണു നമ്പൂരി അവരാണ്. സാധാരണ ഒരു ഭരണകക്ഷിയിലെ ഒരു സംഘടനയിലെ ഒരു നേതാവിനെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അദ്ദേഹം പിന്നെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് യാഥാർത്ഥ്യങ്ങളോട് ഞാൻ നന്ദി രേഖപ്പെടുത്താം. അതേപോലെ ആശംസാ പ്രസംഗം നടത്തിയ ശ്രീ കെ ലംബോദരൻ നായർ സാർ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്, നമ്മൾ എല്ലാത്തിൻ്റെയും ഒരു മാർഗദർശിയാണ്. അദ്ദേഹത്തിന് എൻ്റെ ഈ നിങ്ങളുടെ പേരിലും സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ രീതിയിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്ത് നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീ ടി രഘുനാഥൻ നായർ, വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം നമ്മുടെ ജില്ലയിൽ തന്നെ പല കാര്യങ്ങളിലും തൊട്ടടുത്ത് കൊല്ലം ജില്ലയിൽ താമസിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു സംഘാടകരാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചതിന് അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ബാക്കി ശ്രീ കെ മണികണ്ഠൻ നായർ, ശ്രീ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ പിള്ള, ഡി രാജഗോപാൽ ജില്ലാ പ്രസിഡന്റ് കൊല്ലം സിറ്റി, ശ്രീകുമാർ കൊല്ലം റൂറൽ, എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ സമയത്തും എല്ലാവരും ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഈ ജാഥ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടത്താനും അതേപോലെ ഇതുവരെ ഇരുന്ന ഈ കാഴ്ചക്കാരായിട്ട് ഇരുന്നതും സാക്ഷ്യം വഹിച്ചതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ നന്ദി പ്രസംഗം അവസാനിക്കുന്നു. ഈ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പരിപാടികളുടെ നമ്മളെ ഡിമാൻഡുകൾ സർക്കാരിലേക്ക് കൊടുക്കുവാനായിട്ട് ഈ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൊടുക്കുന്നതാണ്. നമുക്ക് ഇന്നിവിടെ നമ്മൾ വിളിച്ച മുദ്രാവാക്യം നമുക്ക് ഉള്ള ആളുകൾ വെച്ച് വിളിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ മുദ്രാവാക്യം നമുക്കൊന്ന് ഏറ്റുവിളിക്കാം. KSPPWS സിന്ദാബാദ്, പോലീസ് പെൻഷനേഴ്സ് സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, കവർന്നെടുത്ത സാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക, പുതിയ ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കുക, ട്രെയിനിങ് പീരീഡ് ആനുകൂല്യം എല്ലാവർക്കും ലഭ്യമാക്കുക, ഓണവുമില്ല ക്രിസ്മസ് ഇല്ല, റംസാനില്ല വിഷുവില്ല, വിശ്രമമില്ല കുടുംബമില്ല, വിനോദവേളകളില്ലേ ഇല്ല, നിരവധി അപകട സന്ധികളിൽ പരാതി പോലും പറയാതെ നിശബ്ദരായി നിർഭയരായി ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ നാടിന് കാവലിരുന്നവരാണ്. ഒടുവിൽ സർവീസ് അവസാനിപ്പിച്ച് രോഗക്കൂടായി ദേഹം മാറി പ്രാരാബ്ധത്തിൻ നടുവിൽ നിൽക്കെ അവകാശങ്ങൾ നേടാനായി
അവകാശങ്ങൾ നേടാനായി തെരുവിൽ സമരം ചെയ്യുന്നു. സമരം ചെയ്യുന്നു. ഇതാണോ നീതി? ഇതാണോ കരുതൽ? ഇതാണോ നീതി? ഇതാണോ കരുതൽ? പറയൂ പറയൂ സർക്കാരെ, പറയൂ പറയൂ സർക്കാരെ. ക്ഷാമാശ്വാസം കവർന്നെടുത്തു. ആശ്വാസം കവർന്നെടുത്തു. ക്ഷേമവുമില്ല, സാന്ത്വനമില്ല. ക്ഷേമവുമില്ല, സാന്ത്വനവുമില്ല. നിത്യം നിത്യം ജീവിത ചിലവ്. നിത്യം നിത്യം ജീവിത ചെലവ്. വാണം പോലെ കുതിക്കുമ്പോൾ പണം പോലെ കുതിക്കുമ്പോൾ തടഞ്ഞു വച്ച ക്ഷാമാശ്വാസം തടഞ്ഞു വച്ച ആശ്വാസം വേഗം നൽകൂ സർക്കാരെ. വേഗം നൽകൂ സർക്കാരെ. മെഡിസെപ്പിന്റെ പേര് പറഞ്ഞ് മെഡിസിന്റെ പേര് പറഞ്ഞ് കൊഴുത്തു വീർത്തു കമ്പനിയും കൊടുത്തു തീർത്തു കമ്പനിയും ക്യാഷ്ലെസ് ചികിത്സ സ്വപ്നം മാത്രം. ഓപ്ഷനുമില്ല, ചോദ്യവുമില്ല. ചികിത്സയുമില്ല, പണവുമില്ല. ചികിത്സയുമില്ല, പണവും ഇല്ല. ഇതാണോ നീതി സർക്കാരെ? ഇതാണോ നീതി സർക്കാരെ? KSPPWS സിന്ദാബാദ്. KSPPWS സിന്ദാബാദ്. പോലീസ് പെൻഷനേഴ്സ് സിന്ദാബാദ്. പോലീസ് പെൻഷനേഴ്സ് സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്.